ഓക്കെ അടിപൊളി വെരി ഗുഡ് അടിപൊളി സൂപ്പറായിരുന്നു നന്നായിരുന്നു താങ്ക് യു. ഒരു ജ്യൂസ് പറയൂ. എന്താ ഒരു ജ്യൂസാ? എടാ നായകനല്ലേ നീ, നായകന്റെ ഡ്യൂപ്പ് അല്ലേ? നായകനെ ജ്യൂസ് ചോദിക്കുന്നില്ല, പിന്നെയാണ് ഡ്യൂപ്പ് ആണെങ്കിൽ ഒരു പരിഗണന തരണം. എന്തോ പരിഗണന? 65 വയസ്സുള്ള നായകനുണ്ടല്ലോ, അങ്ങനെ പറയല്ലേ. പിന്നെ കഴിഞ്ഞ മാസം അങ്ങനെ 38ാമത്തെ ബർത്ത്ഡേ ആഘോഷിച്ചേ ഉള്ളൂ. അല്ല, ഉള്ളതുപോലെ ഞാൻ പറയും. ആ നായകനെ ഞാൻ ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുന്നു, ഞാൻ പുള്ളിയുടെ അടുത്തിരുന്ന് ഭക്ഷണം കഴിച്ചു. നീ എന്തിനാ അയാൾ അടുത്ത് പോയത് ഭക്ഷണം കഴിച്ചത്? അടുത്തിരുന്ന് കഴിക്കേണ്ട ഒരു സാഹചര്യം വന്നുപോയി. ശരി, കഴിച്ചു. ഞാൻ കഴിച്ചോണ്ടിരുന്നപ്പോ പുള്ളിക്ക് ബീഫ് ഫ്രൈ വിളമ്പി. അതെ, ഞാൻ അയാളുടെ ഡൂപ്പാണല്ലോ. എന്തുകൊണ്ട് എനിക്ക് 2 പീസ് വിളമ്പിയില്ല? നീ നിനക്ക് വേറൊന്നും കിട്ടിയില്ലേ? എനിക്ക് സോയാബീൻ തന്നു. സോയാബീൻ കിട്ടിയില്ലേ? ശരിക്കും നീ നായകന്റെ ആരാണ്? ഡ്യൂപ്പ്. ഈ ബീഫിന്റെ ഡ്യൂപ്പാണ് സോയാബീൻ. അപ്പൊ ഈ ഡ്യൂപ്പിന് ആ ഡ്യൂപ്പ് മതി കേട്ടാ. ഒരു ചിക്കൻ കാലെങ്കിലും തന്നൂടെ? കോളിഫ്ലവർ തന്നായിരുന്നല്ലോ. കോളിഫ്ലവർ കണ്ടാണോ എന്റെ ചോക്ലേറ്റ് നായകൻ? ഏത് ചോക്ലേറ്റ് തിന്നുന്നത് കണ്ടില്ലേ? ചോക്ലേറ്റ് നായകൻ. അയ്യോ, ചോക്ലേറ്റ് തിന്നുന്നത് ചോക്ലേറ്റ് നായകനായോണ്ടല്ല, പിന്നെ അയാൾക്ക് ഷുഗർ കുറയും. ഷുഗർ കുറയോ? പിന്നെ പല ലൊക്കേഷനിലും അങ്ങനെയാണ്. നിപ്പി ഷുഗർ കുറയും. അറിയാം. കഴിഞ്ഞ പടത്തിന് ഞാനല്ലേ ഡൂപ്പിട്ടത്. കഴിഞ്ഞ പടത്തിന് കുതിരപ്പുറത്ത് പോകുന്നൊരു സീനാണെന്ന് തോന്നുന്നു. പുള്ളി പഴശ്ശിരാജയായിട്ട് കുതിരപ്പുറത്ത് ഇങ്ങനെ പോണ വഴിക്ക് നേരെ ഷുഗർ കുറഞ്ഞില്ലേ, പിന്നെ അയലിട്ട നിക്കറ് കണക്കോലാണ് പുള്ളി കൊണ്ടുവന്നത്. തിരിച്ചാ കുതിരയ്ക്ക് വഴി അറിയാവുന്നതിന്റെ ഒരു ലൊക്കേഷനിലെത്തി. മോളെ, പിന്നെ ഒന്ന് മൈൻഡ് ചെയ്ത് നോക്ക്. കൊണ്ടുവന്ന എന്താ വെച്ചാൽ ഈ ലൊക്കേഷനൊക്കെ ഒന്ന് കണ്ട് ഞാൻ ചെയ്യുന്ന അഭിനയമൊക്കെ ഒന്ന് കണ്ടൊന്ന് മനസ്സിലാക്കിട്ടെ. ജീവിത സഖിയാൻ പോകുന്ന ആളല്ലേ, എല്ലാരും ഒന്ന് പരിചയപ്പെടാം. അതിന് വേണ്ടിട്ടാ. തനിക്ക് എന്താ വേണ്ടത്? ലൈറ്റ് പോകുന്നുണ്ട്. ലൈറ്റ് പോകുന്നെങ്കിൽ വേറെ ലൈറ്റ് കത്തിക്കിടും. അതല്ല, ഈ സൂര്യന്റെ ലൈറ്റ് പോകുന്നുണ്ട്. അപ്പൊ സൂര്യനെ പിടിച്ച് കത്തിക്കേ. സത്യത്തിൽ പുള്ളിയാ കത്തിക്കണ്ടേ സാറേ? അതല്ല, നമ്മളെ ഈ സിനിമയിൽ അഭിനയിക്കാനാണല്ലോ സാറ് വന്നത്, അത് മറന്നുപോയി. അയ്യോ, അതിനാണ് വന്നല്ലേ? ഇത് മനസ്സിലായോ? ഇല്ല, മനസ്സിലായില്ല. അയ്യോ, ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന കുട്ടിയാണോ അത്? വെരി ഗുഡ്. പേരെന്താണ് കുട്ടിയുടെ? ഡോൾഫി ഡിജിറ്റൽ. അതെന്തോന്ന് പേര്? അത് എന്റെ അച്ഛന് പണ്ട് തിയേറ്റർ ഉണ്ടായിരുന്നേ, അതിന്റെ ഓർമ്മയ്ക്കായിട്ട് ഇട്ട പേരാണ്. മോളെ, ഇതാരെന്നറിയോ? ഇല്ല, ആരാ? ഇത് സംവിധായകനാണ്. അപ്പൊ ഡയറക്ടർ? അയ്യോ, അത് ഞാൻ തന്നെയാണ്. ഓ, 2 കാര്യങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യുന്നു ഇയാള്. ഇത് തന്നെ കിട്ടണം. ഇത് DOP, ഡയറക്ടർ ഓഫ് ഫോട്ടോഗ്രാഫി. ഓ, ഫോട്ടോ സ്റ്റേറ്റ് എടുക്കും ഇവിടെ. സാറേ ചേരുന്നുണ്ട്. പിന്നെ അല്ല, ഇതാരാ? അയ്യോ മേഡം, ഞാൻ പരിചയപ്പെടുത്താം. ഞാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശകലം മാറിയെന്ന്. അല്ലല്ല, സാറിന് നടുവയ്യായിരിക്കല്ലേ? അല്ല, സാറിന് വലിയ വലിയ ജോലികളോ മേളിൽ കയറാനോ എടുക്കാനോ നിന്ന് തിരിയാനോ ഒന്നും പറ്റത്തില്ല. ഓടാനോ ചാടാനോ ഒന്നും പറ്റത്തില്ലല്ലോ. നോ ഡാർലിംഗ്, ഇതാ. അതുകൊണ്ട് പല സിനിമയിലും സാറിന്റെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. സാറ് മുഖം വെച്ച് 2 ആക്ഷൻ. ചുരുക്കം പറഞ്ഞ സാറിന് ഇളിയെടുത്ത് വിളിയാക്കാൻ പോലും പറ്റാത്ത. മോളെ, ഇത് എനിക്ക് വേണ്ടി ഇത് ചെയ്യുന്ന ഡ്യൂപ്പാണ്, വെറും ഡ്യൂപ്പ്. അപ്പൊ സാറ് നമുക്ക് ഷോട്ടിലേക്ക് പോവാം. അയ്യോ സാർ, എങ്ങോട്ട് പോകുന്നു? ഷോട്ടിൽ പോകണ്ട. അല്ല, ഞാൻ ഷോട്ടിന്റെ കാര്യം പറയാം. ശരിക്കും ആദ്യം നമ്മൾ ഷോട്ട് എടുത്തത് 10 പേരെ ഇടിച്ച് നായകൻ 10 നില കെട്ടിടത്തിന്റെ മണ്ണ് താഴെ ചാടി 10 പേരെ ഇടിച്ചിട്ടാണ് നായകൻ നിൽക്കുന്നത്. നിർത്തു, ഞാൻ 10 പേരെ ഇടിച്ചില്ലല്ലോ. അയ്യോ സാറല്ല, സാറിനെ കൊണ്ട് അതൊന്നും പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ഡ്യൂപ്പിനെ വെച്ച് അങ്ങ് ഷൂട്ട് ചെയ്തോ? ചാടിയല്ലേ? ഞാൻ ചാടിയായിരുന്നു. ഞാനൊരു കാര്യം പറയാം. ഞാൻ കെട്ടുന്ന പെണ്ണ് വന്നുകൊണ്ട് ഞാൻ അല്പം സൈലന്റ് ആകുക, അല്ലെങ്കിൽ മോനെ ഞാൻ ഭയങ്കര വയലന്റാ. ഞാനൊരു കാര്യം പറയട്ടെ, സൈലന്റ് ആവും. കാരണം പറഞ്ഞാൽ ഒരു ലൊക്കേഷനിൽ ഒരു നായകൻ പറഞ്ഞു കഴിഞ്ഞാൽ ആ നായകൻ പറയുന്നതാണ് ഡയറക്ടർ കേൾക്കുന്നത്. ആണല്ലോ, നായകൻ പറയുന്നതാണോ കേൾക്കുന്നത്, അതോ ഈ നിൽക്കുന്ന ഡൂപ്പ് പറയുന്നതാണോ കേൾക്കുന്നത്? നായകൻ പറയുന്ന കാര്യം എല്ലാം ചെയ്തിരുന്നെങ്കിൽ നായകൻ പറയുന്നത് കേൾക്കായിരുന്നു. കേൾക്കത്തില്ല. ഷോട്ടിലേക്ക് വരാം. അതായത് ഈ ഇപ്പൊ വില്ലിനെ അടിച്ചു നിൽക്കുകയാണ്. അടിച്ചു കഴിഞ്ഞതിന് ശേഷം ഈ ഗുണ്ടയെ കോളറിൽ തൂക്കി എടുത്തിട്ട് പറയുന്നു, എടാ നിനക്ക് ആകെ മാറിപ്പോയി, നീ നിന്റെ ബോസ് ശേഖറിനെ പോയി പറ, എനിക്ക് ഈ ലോക്കൽ ഗുണ്ടകളൊന്നും പറ്റത്തില്ല, നല്ല പച്ചരി ചോറ് തരുന്ന പച്ച പാണ്ടികളെ കൊണ്ടുവരാൻ പറ, അതാ ഈ ചന്ദ്ര ചൂടാമണിക്ക് ഇഷ്ടം എന്ന് പറഞ്ഞിട്ട് സാർ ഈ കൈ 2 എടുത്ത് വാ കസ്തേ അടി സക്കേ എന്ന് പറയുന്നു. കട്ട്. റോളിംഗ് സാർ. ആക്ഷൻ.
നിനക്കാള് മാറിപ്പോയി. നിനക്കാള് മാറി. നീ നിന്റെ ബോസ് ശേഖരനോട് പോയി പറ. എന്റെ ബോസ് ശേഖരനോട് പോയി പറ. എനിക്ക് ഈ ലോക്കൽ ഗുണ്ടകളൊന്നും പറ്റില്ലാന്ന്. എനിക്ക് ലോക്കൽ ഗുണ്ടകളൊന്നും പാറ്റില്ല. അയ്യോ എന്ത് പറ്റി? പേടിക്കണ്ട, എല്ലാ ലൊക്കേഷനിലും ഉള്ളതാ. ഷുഗർ കുറഞ്ഞതാ. ഇത്രയും പവർ സാധനം പറഞ്ഞ പുള്ളിക്ക് ഷുഗർ കുറയും. ഇരിപ്പുണ്ടോ? ഒരു 8 മുട്ട ഉണ്ടായിരുന്നു, ഞാൻ കഴിച്ചു. ഒന്നോ എണ്ണം പിള്ള ഇത് ചാവാതിരിക്കാൻ വേണ്ടി വെച്ചേക്കുന്നത്. അതെടുത്ത് കയറ്റി. പഞ്ചസാര ഷുഗർ അങ്ങനെ എന്തെങ്കിലും ഉണ്ട്, എടുത്തിട്ട് പോടാ. അയ്യോ ആരുമില്ല, ഞാൻ തന്നെ മേടിക്കാം. പോയിട്ട് വാ. സ്ഥിരം പരിപാടി. അയ്യോ പഞ്ചസാര കൊടു. കൈ ഷുഗർ ഇതന്നെ ബ്രൗൺ ഷുഗറോ? കണ്ണാടി മാറ്റിട്ട് നോക്കുന്നതാണ്. അയ്യോ പഞ്ചാര പഞ്ചാര. ഓക്കെ അങ്ങോട്ടാണ് പിടിച്ചിട്ട് സാറേ. ഓക്കെ ഓക്കെ ഐ ആം ഓക്കെ. ഐ ആം ഓൾ റൈറ്റ്. ഓക്കെ ഐ ആം ഓക്കെ. ഓക്കെ ഞാൻ പറയണത് ഇനിയും ഡയലോഗ് കൂടുതലുണ്ടെങ്കിൽ ഒരു ചാക്ക് പഞ്ചാര പറയുന്നതായിരിക്കും സേഫ്. അല്ല ഇത് അങ്ങനെയാണ് അനുഭവം. സാർ അങ്ങനെയാണെങ്കിൽ ടേക്ക് പെട്ടെന്ന് എടുത്താലോ? ടേക്ക് പെട്ടെന്ന് എടുത്താലോ? അടുത്ത ഷുഗർ സാറ് തിന്നുമ്പോ ഡയറക്ടർ സാർ അതങ്ങ് എടുക്ക്. ഓക്കെ റെഡി, ഫീൽഡ് ക്ലിയർ. അല്ല ഡാർലിംഗ് ഓക്കെ ഡയലോഗ് പറയാൻ ഐ ആം ഓക്കെ മുളകുട്ടി. ഓക്കെ പ്ലീസ് റിലാക്സ്. മേഡം ഒന്ന് മാറിയിരിക്കാം മേഡം. സാറേ സാർ ഓക്കെ ആണോ? ഓക്കെ സാർ. സാർ ടേക്ക് പോലോ? പോകാം നമുക്ക് പോകാം. സാറേ ഡയലോഗ് ഒന്ന് പവറിൽ പറയണം കേട്ടോ, പവറിൽ. ഒന്ന് ഇട്ട് തരണേ. ആ പവറിന്റെ സമയമാകുമ്പോ ഞാൻ പറയാം. ഞാൻ കൈ നിടട്ടെ? ആ ഓക്കെ ഇത് പോലെ സാറേ. ഓക്കെ റോളിംഗ് പ്ലീസ്. റോളിംഗ് സാർ. ആക്ഷൻ. എടാ നിനക്കാള് മാറിപ്പോയി. നിനക്കാള് മാറിപ്പോയി. നീ നിന്റെ ബോസ് ശേഖരനോട് പോയി പറ. നിന്റെ ബോസ് ശേഖരനോട് ചെന്ന് പറ. ഈ ലോക്കൽ ഗുണ്ടകളൊന്നും എനിക്ക് ഈ പറ്റില്ല. ലോക്കൽ ഗുണ്ടകളൊന്നും എനിക്ക് പറ്റില്ല. എനിക്ക് പച്ചരിച്ചോറ് എനിക്ക് നല്ല പച്ചരിച്ചോറിടുന്ന പച്ച പാണ്ടുകളെ ഇറക്കാൻ പറ. സാറേ അത് കുറച്ച് പവറില് അത് കുറച്ച് പവറില് പച്ചരിച്ചോറ് ഇടുന്നു. പച്ചരിച്ചോറിടുന്ന പച്ച പാണ്ടുകളെ ഇറക്കാൻ പറ. അതാണ് ഈ ചന്ദ്രചൂടാമണിക്ക് ഇഷ്ടം. അതാണ് ഈ ചന്ദ്രന്റെ മണിക്ക് ഇഷ്ടം. ചന്ദ്രന്റെ മണിയല്ല, ചന്ദ്ര ചൂടാമണി. ചൂടുണ്ടല്ലേ? ആ ചൂടുണ്ട്. ഞാൻ ചൂടില്ലതാ. ഓക്കെ ചൂടാ. ചന്ദ്ര ചൂടാമണിക്ക് ഇഷ്ടം. ചന്ദ്ര ചൂടാമണിക്ക് ഇഷ്ടം. അടിച്ചതാണ് തള്ളിയിരുന്നു. അടുത്ത വാക്കസ്തേ. ഞാൻ പറഞ്ഞ ആവശ്യമില്ലാതെ ജയിപ്പിക്കരുത്. പുള്ളിയുടെ ബാഗിൽ ഇരിപ്പുണ്ട്. അവിടെ കൊണ്ടുവന്നിട്ട് അസിസ്റ്റന്റ് അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. അത് ബാഗിൽ ഇരിപ്പുണ്ടെന്ന്. അത് മേക്കപ്പ് ബോക്സ് അല്ലേ? ഇത് വൈദ്യശാലയാന്ന്. ആണോ? എല്ലാം വരുന്നുണ്ട്. സാറേ ഞാൻ ക്യാമറമാനാ, ഹോം നേഴ്സ് അല്ല. ഈ മരുന്നാണോ? അത് അരിസസിന് മരുന്ന്, അത് മാറ്റാതെ. ഇതായിരിക്കും പ്രഷറിനുള്ള മരുന്ന് കൊണ്ട് വരുന്നു. ഇതാണോ? ഇത് അയ്യോ അത് ഹെരകളൊക്കെ മരുന്നാണ്. ഇതാണോ? പെൻഷനായി വീട്ടിൽ ഇരിക്കാനുള്ള സമയം ബാക്കിയുള്ള പിള്ളേർക്ക് വഴിമാറി കൊടുക്കത്തില്ല. എന്നാലും 10 രൂപയും വെച്ച് നിന്നോളും. ഈ സമയത്ത് തന്നെ നീ കേട്ടോ. എന്നോട് അവർ അനുകമ്പില്ല. ഐ ആം ഓൾ റൈറ്റ്. ഐ ആം ഓൾ റൈറ്റ്. ആവുന്നതിന് മുമ്പ് ഈ ഷൂട്ട് തീരും. അത്രയും സാധനം കിട്ടിയല്ലോ. ഐ ആം ഓൾ റൈറ്റ്. ഓക്കേ നമുക്ക് ഈ വാക്കസ്തെ നമുക്ക് ഡ്യൂപ്പിനെ വെച്ചെടുപ്പിക്കാം. ഞാൻ ചെയ്തോളൂ സാർ. ഞാൻ ആദ്യമേ പറഞ്ഞാണ് അത് അങ്ങനെ ചെയ്യാന്ന് അതെ പറഞ്ഞാണ്. അത് മതി. ബാക്കി ഡയലോഗ് കിട്ടിയിട്ടുണ്ട്. വാക്കസ്തെ നീ ചെയ്യണം. അടി സക്കെ സാറിന്റെ എടുക്കാം. സാറേ അടി സക്കെ മാത്രം മതി. അടിസക്ക അത് കുറച്ച് പവറിൽ വേണം സാർ. അത് ശരി. അടി സക്കെ. ഓക്കെ ഓക്കെ ആണല്ലോ സാർ? അത് ചെയ്യാം. ഞാൻ സപ്പോർട്ട് ചെയ്യാം സാർ. ഓക്കെ ആണോ ഡാർലിംഗ്? ഐ ആം ഓക്കെ. ഓക്കെ ഓക്കെ അതൊന്നും പറ്റത്തില്ല. ഞാനാണ് സാർ റെഡിയാണ് സാർ. അപ്പൊ അടിസക്ക അടിക്കണം. റോളിംഗ് പ്ലീസ്. റോളിംഗ് സാർ. റെഡി. ആക്ഷൻ. അടി സക്കെ. സാറേ ആ ശക്തിമാനെ ഒന്ന് വിളിച്ചിരുന്നു സാറേ. സാറേ ഞാൻ പറഞ്ഞില്ല. എവിടെയെങ്കിലും ഒന്ന് കേട്ട്. സുരജിയുണ്ടേ. അല്ല ഈ ഇച്ചിരി പഞ്ചാര ശകലം ഞാൻ പഞ്ചാര പറഞ്ഞോ പഞ്ചാര ഒരു ജാഗ്രത വെക്കേ. ഇപ്പോൾ എങ്ങനെ shoot ചെയ്യും ദൈവമേ? ആർ യു ഓക്കെ? ഒരു കാര്യം ചെയ്യാം. സാർ കുറച്ച് റെസ്റ്റ് എടുക്ക്. നമുക്ക് ആ പാട്ട് സീൻ അങ്ങ് ഷൂട്ട് ചെയ്യാം. ഓക്കെ 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 അപ്പൊ സാർ റെസ്റ്റ് എടുക്കും. ഓക്കെ ഓക്കെ. പാട്ട് സീൻ ഇപ്പൊ സാറിനെ കൊണ്ട് പറ്റത്തില്ലല്ലോ. ആരും ഞാൻ ചെയ്യാം. പറ്റില്ല ഡാർലിംഗ്, പറ്റില്ല. ഐ ആം ഓക്കെ. വേണ്ട സാർ, നമുക്ക് ഡ്യൂപ്പിനെ കൊണ്ട് പാട്ട് സീൻ എടുത്തതിന് ശേഷം സാറിന്റെ ഫേസ് റിയാക്ഷൻ മാത്രം മതി.
ഓക്കെ ഞാനിവിടെ നിൽക്കിയല്ലേ സാർ പാട്ട് ചെയ്യാൻ. അതാടാ എനിക്കൊരു എന്റെ പെണ്ണ് വന്ന ദിവസം തന്നെ ഓക്കെ ആണല്ലോ. ശരി ഞാൻ ചെയ്യാം. നായികയെ വിളിക്കണേ. ആരുമില്ല കേറി വാ. നായിക വാ. അയ്യോ ഇതോ ആയിരിക്കുന്ന സാറിന് നടുവയ്യ, ഞാനാണ് ചെയ്യണത്. നോ എനിക്കെല്ലാം പറ്റും. ഓക്കെ നമുക്ക് ഷോട്ടിലേക്ക് പോവാം. ആ, okay, അപ്പൊ sir. ഡാൻസ് സീനാണ്. ആ. അപ്പൊ സാറിനെ കൊണ്ട് പറ്റത്തില്ലല്ലോ. പറ്റും. I am okay, all right. അല്ല, അതുകൊണ്ട് ഡ്യൂപ്പിനെ വെച്ച് നമ്മൾ ഷൂട്ട് ചെയ്യുന്നു. സാറിന്റെ റിയാക്ഷൻ മാത്രം എടുക്കുന്നു. Okay, sir. ഓക്കെ റെഡി? Okay. മ്യൂസിക് പ്ലേ. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. അടിപൊളി അടിപൊളി അടിപൊളി. സൂപ്പർ സൂപ്പർ. ഓക്കെ അല്ലേ സാറേ? കയ്യും കാലും എല്ലാം കിട്ടിയല്ലോ അല്ലേ? കിട്ടി എല്ലാം കിട്ടി. അപ്പൊ സാറിനെ കൊണ്ട് പാപ്പ പാപ്പ മാത്രം എടുപ്പിക്കാം. എനിക്ക് പെട്ടെന്ന് വിളി. സാർ സാറേ സാറിന് 3 പാപ്പ വേണമായിരുന്നു. എന്റെ പാപ്പ നിനക്ക് തരാനാ. എന്റെ ഞാൻ മനസ്സിലാക്കാൻ കേട്ടോ എന്റെ സ്വഭാവം മനസ്സിലായി. അതല്ല സാറേ, നമ്മുടെ പുന്നാരപ്പേടമാൻ ഞാൻ ചെയ്തല്ലോ നന്നായിട്ട്. ഉന്നാരപ്പേളമാനെ അല്ല അതിന്റെ- അപ്പൊ അതിന്റെ ആ ഒരു ഏ പാപ്പ അതൊന്നും അത് മാത്രം അത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ അപ്പൊ നായിക ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ നായിക ഇങ്ങനെ നിർത്തിട്ട് നായികയുടെ ഈ ഷോൾഡറിൽ ഇങ്ങനെ പിടിച്ചിട്ട് ഏയ് പാപ്പ ഏയ് പാപ്പ ഏയ് പാപ്പ ഇത്ര മതി. സിമ്പിൾ ആണ്. ഓക്കെ. ബാക്കി എന്റെ ഡാൻസ് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കോളൂ. അയ്യോ എല്ലാം നടുവയ്യാത്തതിന്റെ ഭാഗ്യം. സാർ ഷോട്ട് എടുക്കാം സാർ. ഓ എന്നെ എടുക്കാമല്ലോ. സാർ സാറിനെ കൊണ്ട് പറ്റുമോ? അല്ല പറ്റും. ഞാൻ പറഞ്ഞല്ലോ ഐ ആം ഇറ്റ്സ് ഓൾ റൈറ്റ്. ഓക്കെ ആ ഗ്ലാസ് ഒന്ന് മാറ്റാം. സാർ ഗ്ലാസ് വേണ്ട സാർ. ഗ്ലാസ് വേണ്ടേ? ആ ഇത് വെക്കാതിരിക്കുന്നത് നല്ലത്. ഓക്കെ അപ്പൊ പാപ്പ. ഓക്കെ റെഡി പ്ലീസ് റോളിംഗ്. ഓക്കെ റോളിംഗ് സാർ. ആക്ഷൻ. ഏ പാപ്പ ഏ പാപ്പ ഏ പാപ്പ ജ്യൂസ് കൊണ്ടുവാ. ജ്യൂസാ? അയ്യോ മതി മതി മതി. സാറേ ഇനി നായികയെ പൊക്കിയെടുത്ത് കറക്കുന്ന ഒരു സീൻ ഉണ്ടല്ലോ, അതിന്റെ ഒരു കോസ്റ്റും കൂടെ. എന്നെ കൊലക്ക് കൊടുക്കരുത്. എല്ലാം ഡൂപ്പിനെ കൊണ്ട് ചെയ്യിക്കാൻ ബാക്കി എന്റെ മുഖം കാണിച്ചാ സാർ എന്തായാലും ഫേസിന്റെ എക്സ്പ്രഷൻ വേണമായിരുന്നല്ലോ. ഫേസിന്റെ എന്താ ഞാൻ വേണ്ടത് എന്താ ചെയ്യണം എന്റെ ഡാർലിംഗ് അവിടെ ഞാൻ കെട്ടായിരുന്ന പെണ്ണ് ഇവിടെ ഉണ്ടായിരുന്നു. അവളവിടെ ഏത് പെണ്ണ്? ഇവിടെ നിന്ന് ഇവിടെ ഇരുന്ന് അവരങ്ങോട്ട് പോയി. അങ്ങോട്ട് പോയി. സാറേ ദോ വരുന്നു എവിടെ വരുന്നു? നീ ഇതെന്താ കാട്ടിയത്? നീ കല്യാണം കഴിച്ചോ? ഞാൻ ഈ ഡ്യൂപ്പിനെ അങ്ങ് കെട്ടി. അതെ, എല്ലാത്തിനും ചേട്ടൻ ഡ്യൂപ്പിനെ ആണല്ലോ ഇടുന്നത്. അഥവാ നമ്മൾ എങ്ങാനും കല്യാണം കഴിഞ്ഞാൽ ചേട്ടന് ഡ്യൂപ്പ് വേണോ എങ്ങാനും തോന്നിക്കഴിഞ്ഞാലേ എന്റെ ജീവിതം അവതാളത്തിലാവില്ലേ? അതുകൊണ്ട് നേരത്തെ തന്നെ ഞാൻ അങ്ങ് കെട്ടി. ഞാനാണ് ഒറിജിനൽ. അയ്യോ, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇതിനെ കൊണ്ടല്ലേ ഗുണം കൂടുതൽ. ഡ്യൂപ്പിനാണ് ഗുണം. പഞ്ചാരായോ കിടക്കണ എന്റെ ചോക്ലേറ്റ് ഹീറോ പഞ്ചാര നായകൻ. എന്റെ പടം.